നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. വാശിയേറിയ ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ജനവിധിയാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയാണ് ആ ജനവിധിയെ നൽകിയിട്ടുള്ളതെന്ന് പരിശോധിക്കാം. ആദ്യം പരിശോധിക്കുന്നത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ രസകരമായ കാർട്ടൂണോട് കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ മലയാള മനോരമയുടെ ഒരു ഹെഡിങ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്, പക്ഷേ രസകരമായ രീതിയിലാണ്. ഹാപ്പി അല്ലേ എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ വരുന്നത്. എല്ലാവർക്കുമുണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് കൂടി നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ വലിയ വിജയമാണ് NDAക്ക് ഉണ്ടായത്. അതേസമയം തന്നെ ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടായി. ഇനി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ പാലക്കാട്ട് രാഹുൽ മാങ്കുടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയും വലിയ മാർജിനിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. ചേലക്കരയെ സംബന്ധിച്ച് UR പ്രദീപും വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പാർട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മലയാള മനോരമ പറയുന്നത്. മാത്രമല്ല രസകരമായൊരു കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. മഹാരാഷ്ട്രയെയും അതുപോലെ തന്നെ ജാർഖണ്ഡിനെയും രാഹുൽ ഗാന്ധിയെയും മോദിയെയും സൂചിപ്പിക്കുന്ന രസകരമായൊരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി എന്ന് പറയുന്ന തരത്തിലാണ് മനോരമ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. BJPക്കും NDAക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്ര തൂത്തുവാരി മഹായുതി സഖ്യം, UPയിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിനും UDFനും വയനാട്ടിൽ പ്രിയങ്കയ്ക്കും പാലക്കാട് രാഹുൽ മാങ്കുടത്തിലും മിന്നും വിജയം, ജാർഖണ്ഡ് നിലനിർത്തി ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ്. മറ്റൊന്ന് CPMനും LDFനും ചേലക്കര നിലനിർത്തി UR പ്രദീപ്, CPMന് മഹാരാഷ്ട്രയിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ് മഹാരാഷ്ട്രയിൽ മഹായുതിക്കുള്ള വിജയവും എത്ര സീറ്റുകളാണ് ലഭിച്ചതെന്നും കേവല ഭൂരിപക്ഷത്തിന് അരികെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ ഒരു സ്ഥിതിഗതി എന്നെല്ലാം തന്നെ വിശദമാക്കുന്നതും ബുള്ളറ്റിനായി, അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഭരണ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ജാർഖണ്ഡിലെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സീറ്റായിരുന്നു, അവിടെ എത്ര സീറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നേടിയത്, എവിടെ നിന്നാണ് ആ സീറ്റുകളെല്ലാം സ്വന്തമാക്കാൻ സാധിച്ചതെന്നെല്ലാം സൂചിപ്പിക്കുന്ന കൃത്യമായ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇനി പാലക്കാട് വയനാട് ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ ആരാണ് വിജയി, എത്രയാണ് അവർക്ക് ലഭിച്ച ഭൂരിപക്ഷം എന്നെല്ലാം നൽകിയിട്ടുണ്ട്. മലയാള മനോരമ അവാർഡ് നൽകിയിട്ടുണ്ട്. ഇനി മനോരമയിൽ തന്നെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കർണാടകയിൽ മക്കൾ തോൽവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കർണാടകയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെയും ജനതാദളിന്റെയും 2 സീറ്റ് പിടിച്ചെടുത്ത് കരുത്ത് കാട്ടിയ കോൺഗ്രസ് പരമ്പരാഗത സീറ്റായ സന്തോർ നിലനിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത തുടങ്ങുന്നത് തന്നെ. മറ്റൊന്ന് സെൽഫ് ഗോളുമായി CPMന്റെ കളി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. CPM കളം നിറഞ്ഞ് കളിച്ചെങ്കിലും അടിച്ചതെല്ലാം സെൽഫ് ഗോളുകളായി എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ CPMന്റെ പ്രചരണ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയ സംഭവങ്ങളെല്ലാം തന്നെ ഒരു വാർത്തയെ നൽകിയിട്ടുണ്ട്. ഇനി മനോരമയെ സംബന്ധിച്ച് 2 ഫ്രണ്ട് പേജുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു പേജിലേക്ക് വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉജ്ജ്വല വിജയമെന്ന UDF, ഭരണവിരുദ്ധതയിൽ നിന്ന് LDF എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ട്രിപ്പ് നൽകിയിട്ടുള്ളത്. തൽസ്ഥിതിയിൽ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് വരുന്നത്. അതായത് എല്ലാവരും അവരവരുടെ സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ് ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ആ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ നിൽക്കുന്ന മധുരം നുകരുന്ന രാഹുൽ മാങ്കുടത്തിനെയും ചിരിച്ച് പുഞ്ചിരി ഉയർത്തി നിൽക്കുന്ന UR പ്രദീപിനെയും കാണിച്ചുകൊണ്ടാണ് അതിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് കണക്കുകൾ പിഴച്ചത് BJPക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമായിരുന്നു BJPയുടെ പ്രതീക്ഷയെന്നും എന്താണ് യഥാർത്ഥ മത്സരത്തിൽ സംഭവിച്ചതെന്നെല്ലാം ഓരോ മണ്ഡലം തിരിച്ച്, അതായത് പാലക്കാട്, ചേലക്കര, വയനാട് എന്നിങ്ങനെ തിരിച്ച് തന്നെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യം കടപുഴകി, NDA കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് അടിതെറ്റിയതുമായി ബന്ധപ്പെട്ടും എന്താണ് കക്ഷിനില എന്നെല്ലാം പറയുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായേക്കും എന്ന് പറയുന്ന തരത്തിലൊരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. ഉദ്ധവ് പവാർ പക്ഷങ്ങളുടെ ഭാവി ചോദ്യചിഹ്നം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബുള്ളറ്റിൻ കൂടി നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ എന്താണ് അവസ്ഥ എന്നെല്ലാം സൂചിപ്പിക്കുന്ന വാർത്തയാണ് അവിടെ വരുന്നത്. മറ്റൊന്ന് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജാർഖണ്ഡിൽ BJP തന്ത്രം പാളി, 3-ൽ 2 സീറ്റും ഇന്ത്യ സഖ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇവിടെയും ജാർഖണ്ഡിൻ്റെ നിലവിലെ സ്ഥിതി സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ രാഷ്ട്രീയ വേട്ടയാടലിന് കണക്ക് തരുന്നത് ഹേമന്ത് സോറൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. ജാർഖണ്ഡിൽ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നെല്ലാം കാണിക്കുന്ന വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വാട്സപ്പ് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു ഡിജിറ്റൽ തട്ടിപ്പ് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. പരിചിത നമ്പറുകളിൽ നിന്ന് OTP നമ്പർ ചോദിക്കും, കൊടുത്താൽ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്യും എന്നുള്ളതാണ് ആ വാർത്ത വരുന്നത്.
ഇത്രയുമാണ് മനോരമയിലെ ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളായി വരുന്നത്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ചേലക്കരയിൽ LDF UR പ്രദീപിന്റെ ഭൂരിപക്ഷം 12,201 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ചേലോടെ മുന്നോട്ട് എന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ട്. ചേലക്കരയിൽ തന്നെ ചേലോടെ തന്നെ UR പ്രദീപ് മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, പാലക്കാട്ടും വയനാട്ടിലും UDF, പാലക്കാട് വർഗീയ ശക്തികളുടെ വിജയം, BJPക്ക് വൻ വീഴ്ച എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയെ സമീപിച്ചിട്ടുള്ളത്. ഇതെല്ലാം സ്ട്രിപ്പുകളായിട്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വാർത്തകളിലേക്ക് വരുമ്പോൾ ചേലക്കരയിൽ എല്ലാ പഞ്ചായത്തിലും LDF മുന്നിൽ, പാലക്കാട്ട് LDF വോട്ട് വിഹിതം കൂട്ടി, UDF വിജയം ജമാഅത്തെ ഇസ്ലാമി SDPA പിന്തുണയോടെ, ആദ്യ വിജയാഹ്ലാദ പ്രകടനം SDPAയുടേത്, വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിച്ച വിജയം, BJPക്ക് കെട്ടിവെച്ച കാശ് പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. കൃത്യമായി തന്നെ SDPAയുടെ ഒരു പിന്തുണയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് ദേശാഭിമാനിയുടെ വാർത്ത എത്തുന്നുണ്ട്. മറ്റ് വാർത്തയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ മഹായുതി, ജാർഖണ്ഡിൽ JMM എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ആ വാർത്തയും എന്താണ് യഥാർത്ഥത്തിലെടുത്ത കക്ഷി നില, സീറ്റ് നില എന്നെല്ലാം കാണിക്കുന്ന തരത്തിൽ ആ വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ചേലക്കര, പാലക്കാട്, വയനാട് എന്ന് പറയുന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിലെയും വോട്ട് വിവരങ്ങളും ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ശതമാനമെല്ലാം തന്നെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ലെവലേശം പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നൊന്ന്, മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും കക്ഷിനില വിശദമാക്കുന്ന ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ദഹാനുവിൽ ചെങ്കൊടിയുടെ 10ാം ഉദയം എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിൽ ലഭിച്ചിട്ടുള്ള ഇടതുപക്ഷ സീറ്റിനെ സംബന്ധിച്ച വാർത്തയും ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി എങ്ങനെയാണ് ഈ വാർത്തയെ നൽകിയിട്ടുള്ളതെന്ന് നോക്കാം. മഹാവിജയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമിയുടെ പ്രധാന വാർത്ത വരുന്നത് തന്നെ. മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന്റെ അശ്വമേധം, കോൺഗ്രസ് 16 സീറ്റിൽ ഒതുങ്ങി, ഉദ്ധവ് താക്കറയ്ക്കും ശരത് പവാറിനും വൻ തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. എന്തായാലും മഹാരാഷ്ട്രയാണ് ജന്മഭൂമിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയായി വരുന്നത്. അതേസമയം തന്നെ വിജയസഖ്യം മഹാരാഷ്ട്രയിൽ മഹായുതിയെ വൻ വിജയത്തിലേക്ക് നയിച്ച BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ്, ശിവസേന നേതാവും മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ, NCP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ എന്നിവർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 3 പേരുടെയും ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം നൽകിക്കൊണ്ട് ജയാഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ നൽകിയിട്ടുണ്ട്. BJPയുടെ വിജയം ആഘോഷിക്കാൻ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പുകളിലും BJP തരംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുള്ളത്. രാജ്യത്തെ 48 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP തരംഗം, NDAക്ക് 29 സീറ്റിൽ മിന്നും വിജയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ജാർഖണ്ഡിൽ JM എന്ന് പറഞ്ഞുകൊണ്ട് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. വയനാടും പാലക്കാടും UDFന്, ചേലക്കര LDFന് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഇടത്തെ സൈഡിലായി ചെറിയ ഒരു കോളം വാർത്തയായിട്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മുനമ്പം മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളി സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പവുമായി ബന്ധപ്പെട്ട വാർത്തയും ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവിജയം, ജാർഖണ്ഡിൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. പ്രിയങ്കരം ആശ്വാസം എന്നുള്ളതാണ് പ്രധാന വാർത്തയായിട്ട്, ലീഡ് വാർത്തയായിട്ട് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനാ ഫലമാകുമെന്ന് വിശേഷിപ്പിച്ച പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി ശക്തി തെളിയിച്ചു. അതേസമയം പാർലമെന്റിലേക്ക് കന്നിയംഗം കുറിച്ച പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടി കേരളത്തിന്റെ പ്രിയങ്കരിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയെ സംബന്ധിക്കുന്ന ഒരു ഇൻട്രോ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ എന്താണ് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ട് ശതമാനം അഥവാ വോട്ട് നിലനിലം കാണിക്കുന്ന വിശദമായി തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ പാളിപ്പോയ സരിൻ പരീക്ഷണമെന്നും ഏശാതെ ഭരണവിരുദ്ധ വികാരമെന്നും പറഞ്ഞുകൊണ്ട് 2 സൈഡ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. പ്രിയങ്ക വിജയിച്ചത് 2 ബൂത്തിലെ വോട്ടെണ്ണാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ വിജയത്തെ സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മുനമ്പത്ത് ഭൂരേഖയുള്ള ആരെയും കുടിയിറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരസമിതിക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. BJPക്ക് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് 2021 മെട്രോമാൻ E ശ്രീധരൻ നേടിയതിൽ നിന്ന് 1671 വോട്ടുകൾ C കൃഷ്ണകുമാറിന് കുറഞ്ഞത് BJPക്ക് തിരിച്ചടിയായി എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ടെ ജയത്തെ സംബന്ധിക്കുന്ന മറ്റൊരു സ്റ്റോറി കൂടി കേരള കൗമുദി നൽകിയിട്ടുണ്ട്.
അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ ആകർഷണീയമായ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഭൂരിപക്ഷം 4,10,931 എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ തേരോട്ടത്തെ സൂചിപ്പിക്കുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഉയരാണ് പ്രിയങ്ക, ഉയരെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തകർപ്പൻ തുടർച്ച എന്നതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട തലക്കെട്ട് തന്നെ നൽകിയിട്ടുള്ളത്. അതിൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡിനെയും രണ്ട് സൈഡുകളിലായിട്ട് എന്താണ് അവിടെ നേടിയ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് 288 മണ്ഡലങ്ങളിൽ 235 എൻഡിഎ നേടി എന്ന് പറഞ്ഞുകൊണ്ട് തരത്തിലുള്ള ഒരു വിവരം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പെട്ടെന്ന് കാണുന്ന വിധത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് 81-ൽ 56 എന്ന് പറഞ്ഞുകൊണ്ട് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ജാർഖണ്ഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും പെട്ടെന്ന് കാണുന്ന തരത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പെട്ടി തുറന്നപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട്ടെ വിജയവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. ആ പെട്ടി എന്ന് പറഞ്ഞപ്പോൾ ട്രോളി ബാഗിനെയും സൂചിപ്പിക്കുന്ന തരത്തിലാണ് ആ പെട്ടി കാണിച്ചിട്ടുള്ളത്. അത് ഇടതുപക്ഷത്തിൻ്റെ പാളിപ്പായ ഒരു തന്ത്രം തന്നെയാണ്. ആ തന്ത്രത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ട്രോളി ബാഗും ആ പെട്ടിയുമെല്ലാം തന്നെ ഉപമിച്ചിരിക്കുന്നത്. രസകരമായ രീതിയിൽ ഒരു കാർട്ടൂൺ പോലെയാണ് മാതൃഭൂമി അത് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ UDF LDF NDA എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവരുടെ നേട്ടമെന്നെല്ലാം, എന്താണ് അവരുടെ വോട്ട് നില എന്നെല്ലാം കാണിക്കുന്ന തരത്തിൽ വിവരങ്ങൾ പട്ടിക നൽകിയിട്ടുണ്ട്. ചേലോടെ LDF എന്ന് പറഞ്ഞുകൊണ്ട് ചേലക്കരയിലെ UR പ്രദീപിന്റെ മിന്നും വിജയത്തെ സൂചിപ്പിക്കുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം സ്റ്റാറായി സോറൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ 4-3 ഭൂരിപക്ഷം കൊടുങ്കാറ്റെ മഹായുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ വാർത്ത നൽകിയിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ചികിത്സ വീണ്ടും റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയവുമായി വയനാടും പാലക്കാടും നിലനിർത്തി UDF, ചേലക്കര LDFന് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിൻ തന്നെയാണ് ആദ്യം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ 3 സ്ഥാനാർത്ഥികളുടെ ചിത്രം അതൊരു ഡ്രോയിങ് ആയി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഇടത് ചേലിൽ ചേലക്കര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചേലക്കരയിലെ വിജയത്തെ സൂചിപ്പിക്കുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് UDFന് പ്രിയ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും വിജയം സൂചിപ്പിക്കുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. വാർത്തയേക്കാൾ കൂടുതൽ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് തകർത്തു വാരിയ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ, വിശദാംശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വയനാട് തകർത്തുവാരി പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം 4,17,931. രാഹുൽ ഗാന്ധിയുടെ 2024 ഭൂരിപക്ഷം മറികടന്നു. ഇത് ഇടത് നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ കുതിപ്പ്. സത്യൻ മൊകേരിക്ക് 2,11,407 വോട്ട് എന്നും വയനാട്ടിനൊപ്പം ഉണ്ടാകുമെന്നും പ്രിയങ്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവരങ്ങളാണ് ബുള്ളറ്റിനായിട്ട് നൽകിയിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച പാലക്കാടിനെ സംബന്ധിച്ച വാർത്തയും നൽകിയിട്ടുള്ളത്. ചേലക്കരയെ സംബന്ധിച്ചുള്ള വാർത്തയും ഇത്തരത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ പൈ ഡയഗ്രാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാർത്തയെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് സോറന്റെ വിജയഖനി എന്ന് പറഞ്ഞുകൊണ്ട് ജാർഖണ്ഡിലെ വാർത്തയെയും ബുള്ളറ്റിനുകളാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. വമ്പൻ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിലെ വാർത്തയും നൽകിയിട്ടുണ്ട്. രസകരമായ രീതിയിൽ തന്നെയാണ് മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജും വരുന്നത്. രസകരമായ രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് വിവരങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലാണ് പരത്തി എഴുതാതെ തന്നെ ബുള്ളറ്റിനുകളായിട്ട് മാധ്യമം വാർത്തയെയും സമീപിച്ചിട്ടുള്ളത്. അതിന് 2 ഫ്രണ്ട് പേജുകളുണ്ട്. മറ്റൊന്ന് വാർത്തകളിലേക്ക് ഇനി കടക്കുമ്പോൾ വീണ്ടും ഹേമന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാർഖണ്ഡിലെ BJP നുഴഞ്ഞുകയറ്റം തടഞ്ഞ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. അവിടെയും വിശദമായിട്ടുള്ള വിവരങ്ങളും സീറ്റ് നിലയെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് മഹാവിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ NDAയുടെ വിജയത്തെ മാധ്യമം സൂചിപ്പിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെയും കക്ഷി നിലകളെല്ലാം തന്നെ വിശദമായി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ വാർത്ത വരുന്നത്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയ്ക്ക് ഇന്ന് 2 ഫ്രണ്ട് പേജുകളുണ്ട്. അതിൽ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ മുനമ്പം പ്രശ്നം തന്നെയാണ് വലിയ ഗൗരവത്തിൽ നൽകിയിട്ടുള്ളത്. മുനമ്പംകാർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്, കുടിയിറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഭൂസംരക്ഷണ സമിതിയുമായി ഓൺലൈൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ വികസനവും സദ്ഭരണവും വിജയിച്ചു എന്ന് പറഞ്ഞ മോദിയുടെ വാക്കുകൾ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായി ബന്ധപ്പെട്ട ആ പ്രസ്താവനയും വാർത്തയെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പേജിൽ തന്നെ വരുന്നത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം തന്നെ പ്രസ്താവനകളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. മറ്റ് ഫ്രണ്ട് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിയങ്കയും രാഹുലും എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും UR പ്രദീപിനെയും എല്ലാം തന്നെ പോരാളികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു നല്ല രസകരമായൊരു കാർട്ടൂൺ നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഒരു കിക്കിൽ ട്രോളി ബാഗ് തട്ടിത്തെറിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു രസകരമായിട്ടുള്ള കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ എന്ന്
പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വാർത്ത വരുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ വയനാട്ടിൽ പ്രിയങ്കാരവും രാഹുലിന്റെ ഭൂരിപക്ഷം മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ വാർത്ത നൽകുന്നുണ്ട്. പാലക്കാട് രാഹുൽ തരംഗം മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാടിനെ സംബന്ധിക്കുന്ന വാർത്ത നൽകുന്നുണ്ട്. ചേലക്കര ചുവന്ന് തന്നെ ഇടതുമുന്നണിക്ക് ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേലക്കരയെ സംബന്ധിച്ച വാർത്ത നൽകുന്നത്. മറ്റൊന്ന് മഹായുദ്ധത്തിൽ മഹായുതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. 48 സീറ്റിൽ ഒതുങ്ങി മഹാവികാസ് അഘാടി സഖ്യം, BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനരികെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത്. മറ്റൊന്ന് ഇന്ത്യയെ കൈവിടാതെ ജാർഖണ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. ജാർഖണ്ഡിൽ 56 സീറ്റോടെ അധികാരം നിലനിർത്തി ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ജാർഖണ്ഡിലെ കൃത്യമായ സ്ഥിതിവിവരങ്ങളെല്ലാം തന്നെ കുറിക്കുന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.